ലോക്സഭാ മണ്ഡലം MP ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ വടകരയെ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ ആരംഭിച്ച സൗഹൃദ സ്പർശം പദ്ധതി കേരള രാഷ്ട്രീയത്തിലെ ജനകീയ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ മാനദണ്ഡം സൃഷ്ടിച്ചിരിക്കുകയാണ്. കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത MP ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന സഹായ ഉപകരണങ്ങൾ കൈമാറുന്നതിനിടെ നടത്തിയ ഒരു ശ്രദ്ധേയമായ ഇടപെടലാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. സഹായമായി നൽകിയ സ്കൂട്ടർ സ്വീകരിക്കാനെത്തിയ വ്യക്തിയോട് വാഹനത്തിൽ പതിച്ച MP ബോർഡ് ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്ന് ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. നമ്പർ പ്ലേറ്റ് മാത്രം മതി, MP ബോർഡ് വണ്ടിയിൽ വെച്ച് നിങ്ങൾ ഓടേണ്ട. ഉദ്യോഗസ്ഥർ അത് അവരുടെ നടപടിക്രമത്തിന്റെ ഭാഗമായി വെച്ചതാണ്. ഇന്ന് തന്നെ ആ ബോർഡ് ഊരിവെച്ചോളൂ, ഇത് നിങ്ങളുടെ സ്വന്തം വണ്ടിയാണ് എന്നായിരുന്നു MP-യുടെ വാക്കുകൾ. ജനപ്രതിനിധികൾ നൽകുന്ന സഹായങ്ങളെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി പ്രചാരണ ഉപകരണങ്ങളാക്കി മാറ്റുന്ന പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഗുണഭോക്താവിന്റെ അന്തസ്സിനും ഉടമസ്ഥാവകാശത്തിനും ഊന്നൽ നൽകിയ ഈ നിലപാട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമീപനത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ഈ സംഭവം ഒരു ജനപ്രതിനിധിക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉദാത്ത മാതൃകയായി വിലയിരുത്തപ്പെടുന്നു. വടകര മണ്ഡലത്തെ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന ദീർഘവീക്ഷണത്തോടെയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. MP ഫണ്ടിൽ നിന്ന് ഭിന്നശേഷി വിഭാഗത്തിനായി നീക്കിവെച്ച അവകാശപ്പെട്ട സഹായ ഉപകരണങ്ങളുടെ വിതരണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഇതിലൂടെ സഹായം മാത്രമല്ല, ഈ വിഭാഗത്തിലുള്ളവരുടെ അടിസ്ഥാന ആവശ്യങ്ങളെ പൂർണ്ണമായി പരിഗണിക്കുന്ന ഒരു സമഗ്ര പദ്ധതിക്കാണ് അദ്ദേഹം രൂപം നൽകിയിട്ടുള്ളത്. സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തതിനോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർക്കായി പ്രത്യേക ക്യാമ്പുകൾ നടത്തി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാനുള്ള നടപടികളും സ്വീകരിച്ചു. ഭിന്നശേഷിക്കാർക്കുള്ള റോഡ് സൗകര്യത്തിനായി തുക അനുവദിച്ചിട്ടുള്ള MP അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കണമെന്നും അറിയിച്ചു. വടകര മണ്ഡലത്തെ പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമാക്കാൻ സർക്കാർ ഇതര സംഘടനകളുടെയും സന്നദ്ധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ പ്രവർത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2024-25 വർഷത്തെ MP ഫണ്ടിൽ നിന്ന് ഭിന്നശേഷി മേഖലയിൽ മാത്രം 1 കോടി രൂപയാണ് ഷാഫി പറമ്പിൽ അനുവദിച്ചിട്ടുള്ളത്. ഈ തുക വിനിയോഗിച്ചതിലെ പ്രധാന മേഖലകൾ താഴെ പറയുന്നവയാണ്. അതായത് ബെഡ് സ്കൂളുകൾക്കുള്ള വാഹനങ്ങൾക്കായി 50 ലക്ഷം രൂപ നൽകി, സഹായ ഉപകരണങ്ങൾക്കും 25 ലക്ഷം രൂപയും നൽകി. പദ്ധതിയുടെ ആദ്യഘട്ടമായി 25 ലക്ഷം രൂപയുടെ സഹായ ഉപകരണങ്ങളാണ് അർഹരായവർക്ക് കൈമാറിയത്. ഇതിൽ 8 ഇലക്ട്രോണിക് വീൽ ചെയറുകളും 15 സ്കൂട്ടറുകളും ഉൾപ്പെടുന്നു. സഹായ ഉപകരണങ്ങളുടെ വിതരണം എന്നത് ഒരു തുടക്കം മാത്രമാണെന്നും ഭിന്നശേഷി മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും MP ഉറപ്പു നൽകി. ചടങ്ങിൽ MLA KK രമ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ കോമ്പോസിറ്റ് റീജിയണൽ സെന്ററിലെ റീഹാബിലിറ്റേഷൻ ഓഫീസിൽ ഡോക്ടർ PV ഗോപിരാജ് പദ്ധതിയുടെ വിശദമായ രൂപരേഖ അവതരിപ്പിച്ചു. ഇത്തരം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ വിദഗ്ധോപദേശം തേടിയുള്ള പദ്ധതി രൂപീകരണം പദ്ധതിയുടെ ശാസ്ത്രീയമായ നടത്തിപ്പിന് സഹായിക്കുമെന്നും ഇത് കേന്ദ്ര സംസ്ഥാന തലത്തിലുള്ള വികസന ഏകോപനത്തിന് മാതൃകയാകണമെന്നും വിലയിരുത്തപ്പെടുന്നു. സഹായ ഉപകരണ വിതരണ ചടങ്ങിനോടൊപ്പം ഭിന്നശേഷിക്കാർക്ക് ഉപകാരപ്രദമാകുന്ന നിരവധി സംവിധാനങ്ങളാണ് ഒരുക്കിയത്. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിനായുള്ള പ്രത്യേക ക്യാമ്പ്, UDF കാർഡ് രജിസ്ട്രേഷൻ, കൂടാതെ വിവിധ ക്ഷേമ പദ്ധതികളെ കുറിച്ച് അവബോധം നൽകുന്ന ഹെൽപ്പ് ഡെസ്ക് എന്നിവയും സംഘടിപ്പിച്ചു. ഈ ക്യാമ്പുകൾ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർക്കും സർക്കാർ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തതുമായ നിരവധി പേർക്ക് ആശ്വാസമായി. കേവലം ഉപകരണങ്ങൾ നൽകി അവസാനിപ്പിക്കാതെ അവരുടെ നിയമപരമായ അവകാശങ്ങൾ നേടിയെടുക്കാനും സർക്കാർ പദ്ധതികളിൽ പങ്കാളിയാക്കാനും സാധിക്കുന്ന ഒരു സമഗ്രമായ സംവിധാനമാണ് സൗഹൃദ സ്പർശം പദ്ധതിയിലൂടെ വടകരയിൽ യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുമുള്ള സാഹചര്യം ഒരുക്കാനും ലക്ഷ്യമിട്ടുള്ള MP-യുടെ ഈ ഇടപെടൽ വടകര മണ്ഡലത്തിലെ സാമൂഹിക വികസന ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. MP ബോർഡ് വേണ്ടെന്ന ഷാഫി പറമ്പിലിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ ഈ ജനകീയ വികസന ദൗത്യത്തിന് കൂടുതൽ തിളക്കം നൽകുന്നു.